വഖഫ് നിയമ ഭേദഗതി ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്ത് പാസാക്കുന്നതിനിടെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ്സൈറ്റിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലേഖനത്തിൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് ആർക്കാണ്? വഖഫ് ബോർഡുകൾക്കാണോ അതോ കത്തോലിക്ക സഭയ്ക്കാണോ? ഓർഗനൈസറിൽ ശശാങ്ക് കുമാർ ദ്വിവേദി എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് രാജ്യത്ത് കത്തോലിക്ക സഭയ്ക്ക് ഏതാണ്ട് 17.29 കോടി ഏക്കർ ഭൂമിയുണ്ട് എന്നും ഇതിന് മൊത്തത്തിൽ 20,000 കോടി രൂപയുടെ അടുപ്പിച്ച് മൂല്യം വരുമെന്നുമായിരുന്നു ആ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പള്ളികൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ ഭൂമികളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഈ ലേഖനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂവുടമ കത്തോലിക്ക സഭ ആണെന്നായിരുന്നു ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ക്രൈസ്തവ സഭകളിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ലേഖനം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിരാകുമെന്ന വിമർശനം ഇതിനിടയിൽ ഉയർന്നിരുന്നു. അതിൻ്റെ ഇടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ഈ ലേഖനം ഓർഗനൈസറുടെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായത്. എന്നാൽ ഈ ലേഖനം സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ചില ദേശീയ മാധ്യമങ്ങളിലും പ്രാദേശിക മാധ്യമങ്ങളിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ ഒരു ലേഖനം ഷെയർ ചെയ്തുകൊണ്ടാണ്, എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ക്രൈസ്തവ സഭകൾക്കെതിരെ RSS തിരിയുന്നുവെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡിലൂടെ, വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുസ്ലിം സമുദായത്തിനെ ലക്ഷ്യം വച്ചിരുന്ന RSS ഇപ്പോൾ ക്രൈസ്തവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് ഭരണഘടന മാത്രമാണ് കവചമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ശ്രമിക്കുന്ന RSSനും BJPക്കും ഓർഗനൈസറിൽ വന്ന ഈ ലേഖനം ഒരു വലിയ തിരിച്ചടിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വിലയിരുത്തുന്നത്.